സ്വാതന്ത്ര്യദിനാഘോഷത്തിനിടെ കോഴിക്കോട് കോർപ്പറേഷനിൽ നാടകീയ രംഗങ്ങൾ. ഒരേസമയം ദേശീയഗാനവും വന്ദേമാതരവും ആലപിച്ചു. മേയർ ദേശീയഗാനം പാടിയപ്പോഴാണ് BJP കൗൺസിലർമാർ വന്ദേമാതരം പാടിയത്. BJP കൗൺസിലർമാർ വന്ദേമാതരം ആലപിക്കുന്നത് അറിയിച്ചില്ലെന്ന് മേയർ ഒ സദാശിവം പറഞ്ഞു. അനവസരത്തിലുണ്ടായ നടപടി ചടങ്ങിന് അഭംഗിയുണ്ടാക്കിയെന്നും മേയർ പറഞ്ഞു. സാധാരണ പോലെ സ്വാതന്ത്ര്യദിനത്തിന്റെ പതാക ഉയർത്തി അതേപോലെ തന്നെ ജനഗണമന പാടി പിരിയാണ് ചെയ്തത്. സാധാരണ നാം ചെയ്യാറുള്ളത് പോലെ തന്നെയാണ്. പിന്നെന്താ ഒരിക്കലുമില്ല, ഒരാൾ പോലും ഒരു കാര്യം പറഞ്ഞില്ല. ഈ നിമിഷം വരെ, ഇന്നലെ മുതൽ ഈ നിമിഷം വരെ അങ്ങനെ ഒരു കൗൺസിലർമാരും അവരവിടെ വരുമെന്ന് പോലും അറിയിച്ചില്ല. ഓർലായിട്ട് പിന്നെ എല്ലാ കൗൺസിലർമാർക്കും അറിയിപ്പ് കൊടുക്കും, വരുന്നവർ വന്നു ചേരും. അപ്പോൾ മുഴുവൻ പേരൊന്നും വരാറില്ല സാധാരണ. പക്ഷെ ഇന്ന് അവർ വരുന്നത് പോലും നമുക്ക് അറിയില്ല. വരട്ടെ, അവർ വരേണ്ടതാണല്ലോ. അതെ 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 അതെ, അത് തീർത്തും തെറ്റാണ്. കാരണവും വന്ദേമാതരം ആലപിക്കുന്നതിനെ തടയരുത്, തടഞ്ഞിട്ടില്ല താനും. കാരണം വന്ദേമാതരം ആലപിക്കേണ്ടവർക്ക് ആലപിക്കാമല്ലോ. അതിനൊരു കാരണവശാലും നമ്മൾ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. നമ്മളത് ആലപിച്ചില്ല, ഇല്ല, ഒരിക്കലും ഉണ്ടായില്ല. വന്ദേമാതരം ആലപിച്ചതിനെ ന്യായീകരിച്ച് BJP കൗൺസിലർമാരും രംഗത്തെത്തി. മേയർ ദേശീയ പതാക ഉയർത്തി ആശംസ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ വന്ദേമാതരം എന്ന് പറഞ്ഞ് വന്ദേമാതരം ആലപിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അതിനിടയിൽ ദേശീയഗാനം പാടിക്കൊണ്ട് വന്ദേമാതരത്തെയും ദേശീയഗാനത്തെയും അപമാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, വന്ദേമാതരം പാടിക്കൊണ്ടിരിക്കും, നിങ്ങൾക്ക് വിഷ്വൽസിൽ കാണാം. ആ സമയത്ത് മേയറും ഡെപ്യൂട്ടി മേയറും തിരിഞ്ഞു നടക്കുകയാണ്. ഇവിടെ നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും ദേശവിരുദ്ധ പ്രവർത്തനം എന്ന് തന്നെ പറയാം. ഒരു സ്വാതന്ത്ര്യദിന ആഘോഷം നടത്തുന്നത് അതിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ്. അവിടെ ഉണ്ടായിരുന്ന ധീര ജവാന്മാർക്ക് നൽകുന്ന ഒരു ആദരവ് കൂടിയാണ് സ്വാതന്ത്ര്യദിനത്തിന് പതാക ഉയർത്തിക്കൊണ്ട് ആഘോഷിക്കുന്നത്. എന്നാൽ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഊർജ്ജം പകർന്നു നൽകിയിട്ടുള്ള ഗീതത്തെ അപമാനിച്ചുകൊണ്ട് ആ ഗീതം ആലപിക്കുന്ന സമയത്ത് തിരിഞ്ഞു നടക്കുക എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ദേശസ്നേഹത്തോട് തന്നെ, ദേശസ്നേഹികളെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഭരണഘടന ഇവിടെ കോഴിക്കോട് കോർപ്പറേഷനകത്ത് ഭരണപക്ഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദേശീയഗാനമായ ജനഗണമനയും ദേശീയ ഗീതമായ വന്ദേമാതരവും ഒരേ സമയം ആലപിച്ച സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ ചെയർമാൻ ABJ ജോസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകുകയും ചെയ്തു. അനീഷ് കുമാറിന്റെ വിശദാംശങ്ങളുമായി. അനീഷ്, നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, ചേരി തിരിഞ്ഞുകൊണ്ട് മാറി നിന്നുകൊണ്ട് പരസ്പരം ചേരിയായി നിന്നുകൊണ്ടാണ് വന്ദേമാതരവും ജനഗണമനയും ആലപിക്കുന്നത് നമ്മൾ കണ്ടത്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, BJP കൗൺസിലർമാർ പറയുന്നത് മേയറെ അറിയിച്ചിട്ടാണ് ആലപിച്ചത് എന്നുള്ളതാണല്ലോ. എന്നാൽ ഡെപ്യൂട്ടി മേയർ അത് നിരാകരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ രണ്ട് പക്ഷക്കാരും അവർ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ ഇത് പറയുമ്പോൾ ഇങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയിരുന്നോ? മേയറിന്റെ വാക്കുകൾ പ്രകാരം അങ്ങനെ കിട്ടിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ കൗൺസിലർമാർ പറയുന്നത് അറിയിച്ചു എന്ന് തന്നെയാണല്ലോ. തീർച്ചയായും അങ്ങേയറ്റം ദൗർഭാഗ്യകരമായൊരു സംഭവമാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്നുണ്ടായത്. രാവിലെ അവിടെ പതാക ഉയർത്തൽ ചടങ്ങ് നടക്കാൻ ആരംഭിക്കുന്നു. ആ സമയത്ത് മേയർ ഒ സദാശിവൻ അദ്ദേഹം തൻ്റെ ഹ്രസ്വമായ ഒരു സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നു. അതിനുശേഷം ദേശീയഗാനം എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം പാടി തുടങ്ങുകയായിരുന്നു. ഈ പാട്ട് അല്ലെങ്കിൽ ദേശീയഗാനം പാടാൻ തുടങ്ങിയതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ BJPയുടെ കൗൺസിലർമാർ, ഇന്ന് BJP കൗൺസിലർമാർ ഏറിയ പങ്കും ഇന്ന് അവിടെ എത്തുകയും ചെയ്തിരുന്നു. അവർ ഈ ദേശീയഗാനം പാടി ചൊല്ലിയതിന് തൊട്ട് പിന്നാലെ തന്നെ വന്ദേമാതരം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്ദേമാതരം പാടാനും ആരംഭിക്കുകയായിരുന്നു. നമുക്കറിയാം, ഇതിൻ്റെ രണ്ടിൻ്റെയും സമയ ദൈർഘ്യത്തിൽ വ്യത്യാസമുണ്ട്. മേയർ അടക്കമുള്ള ആളുകൾ ഒരു വശത്ത് ദേശീയഗാനം പാടി അവസാനിപ്പിച്ച് അദ്ദേഹം മടങ്ങുന്നു, മറുവശത്ത് അപ്പോഴും ഈ വന്ദേമാതരം പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു BJP കൗൺസിലർമാർ. അവർ പറയുന്നത് നേരത്തെ ഇക്കാര്യം മേയറെ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയറൊക്കെ അറിയിച്ചിരുന്നു, വന്ദേമാതരം ഇന്നത്തെ ചടങ്ങിൽ പാടും എന്നത്. പക്ഷേ അത് സമ്മതിച്ചില്ല. ഒപ്പം ഈ രണ്ട് ഗാനവും ഒരേ സമയത്ത്
പാടുന്ന വഴി രണ്ട് ഗാനങ്ങളെയും അപമാനിക്കുന്ന നിലപാടാണ്, ദേശദ്രോഹ നിലപാടാണ് മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് അവർ കുറ്റപ്പെടുത്തുന്നു. കാരണം ദേശീയ ഗീതം പാടിക്കൊണ്ടിരിക്കുമ്പോൾ അത് അവഗണിച്ചുകൊണ്ട് പുറംതിരിഞ്ഞ് നടന്നു കളഞ്ഞ സമീപനം ശരിയല്ല എന്നാണ് BJP പറയുന്നത്. പക്ഷേ മേയർ കൃത്യമായി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ച് തനിക്കൊരു അറിയിപ്പ് കിട്ടിയില്ല, അല്ലെങ്കിൽ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും സംസ്ഥാനത്തെ പ്രധാന പരിപാടികൾക്കുമൊക്കെ ഇന്ന് ദേശീയ ഗാനം മാത്രം പാടുന്ന രീതിയിലാണ് അത് ആ ചടങ്ങ് തന്നെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അതിലൊരു മാറ്റം ആരും പറഞ്ഞിരുന്നില്ല. ഒപ്പം സാധാരണ ഗതിയിൽ ഒരുപാട് കൗൺസിലർമാരൊന്നും ഈ ചടങ്ങിൽ പങ്കെടുക്കാറില്ല. കാരണം പല വാർഡുകളിലും പല സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇന്ന് ഒരുപാട് ചടങ്ങുകൾ നഗരസഭയുടെ കോർപ്പറേഷൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് സാധാരണ രീതിയിൽ വിരലിലുണ്ടാവുന്ന അംഗങ്ങൾ മാത്രമാണ് ഈ ചടങ്ങിന് എത്തുക. പക്ഷേ ഇന്ന് കൂടുതൽ കൗൺസിലർമാർ BJPയുടെ എത്തുകയും ചെയ്തു. എന്തായാലും ഇന്നത്തെ പരിപാടിയുടെ ഒരു അജണ്ട നിശ്ചയിക്കേണ്ടത് മേയറാണ്, അല്ലെങ്കിൽ കോർപ്പറേഷനിലെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥരാണ്. നമുക്കറിയാം ഈ ജില്ലാ തലങ്ങളിലെയും സംസ്ഥാന തലങ്ങളിലെയും ഒക്കെ പരിപാടികൾ നടക്കുമ്പോൾ ഈ പതാക ഉയർത്തൽ ചടങ്ങിന് ഒരു കൃത്യമായൊരു ഡെക്കോറമുണ്ട്, അതിന് കൃത്യമായൊരു അജണ്ടയുണ്ട്. അതനുസരിച്ച് മാത്രമാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. ഇവിടെയും മേയർ തീരുമാനിച്ചിരുന്നത്, അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഔദ്യോഗികമായ സംവിധാനത്തിൽ തീരുമാനിച്ചിരുന്നത് ദേശീയ ഗാനം പാടാൻ വേണ്ടി തന്നെയായിരുന്നു. ഇത്തരം ഒരു ദേശീയ ഗീതം പാടാൻ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ BJP പറയുന്നത് തങ്ങൾ അറിയിച്ചു എന്ന് പറഞ്ഞു പാടുകയും ചെയ്യുന്നു. എന്തായാലും ഈ രണ്ട് ഒരുമിച്ച് പാടിയ ഈ കാര്യം ഒരു വലിയ വിവാദമായി മാറുന്നു. എന്തായാലും ഇവിടെ കോർപ്പറേഷനെ പിന്തുണച്ച്, അല്ലെങ്കിൽ മേയറെ പിന്തുണച്ച് പ്രധാന പ്രതിപക്ഷമായ UDFും രംഗത്തെത്തിയിട്ടുണ്ട്. അവരും പറയുന്നത് ഈ ചടങ്ങ് അലങ്കോലമാക്കുന്ന ഒരു ഇടപെടലാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ദേശീയ ഗാനം പാടുമ്പോൾ അതിനോടൊപ്പം തന്നെ ദേശീയ ഗീതവും പാടി രണ്ട് ഗാനങ്ങളെയും അപമാനിക്കുന്ന നിലപാടാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. BJP കൗൺസിലർമാർക്കെതിരെ ദേശദ്രോഹ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന ആവശ്യവും ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും രണ്ട് പക്ഷവും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. BJPയും പരാതി നൽകിയിരിക്കുന്നു, UDFും പരാതി നൽകിയിരിക്കുന്നു. ഒപ്പം ഈ പരാതി നൽകുന്ന അടക്കമുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് പരിശോധിക്കും എന്നാണ് മേയർ നേരത്തെ അറിയിച്ചത്. നിലവിൽ അദ്ദേഹം പരാതി നൽകുന്നതിനുള്ള തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇരുപക്ഷവും പരാതി നൽകിയ സാഹചര്യത്തിൽ തങ്ങളുടെ പരിപാടി അലങ്കോലപ്പെടുത്തി, അല്ലെങ്കിൽ ദേശീയ ഗാനത്തിനെ അപമാനിക്കുന്ന രീതിയിലുള്ളൊരു നിലപാട് സ്വീകരിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി. ഒരു പക്ഷേ കോർപ്പറേഷൻ ഔദ്യോഗികമായി തന്നെ ഒരു പരാതി നൽകുന്നതിനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പോലീസ് ഏത് രീതിയിൽ ഇക്കാര്യത്തിൽ നടപടിയെടുക്കും എന്നാണ് നമുക്ക് അറിയേണ്ടത്. കാരണം ദൃശ്യങ്ങളടക്കം പരിശോധിക്കും, മറ്റു കൗൺസിലർമാരുടെ ഒക്കെ അടക്കം മൊഴിയെടുത്തിട്ടായിരിക്കും ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക്. വ്യക്തമാണ് അനീഷ്, എന്തായാലും ദൗർഭാഗ്യകരമായ സംഭവമാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ നടന്നതെന്ന് വ്യക്തമാണ്. ഒരേ സമയം ദേശീയ ഗാനവും ദേശീയ ഗീതവും ആലപിച്ച നടപടിയാണ് നമ്മൾ കാണുക. എന്നും ചേരി തിരിഞ്ഞുകൊണ്ടാണ് ഉണ്ടായത്. സനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.